നമസ്കാരം. എൻ്റെ പേര് ശശാങ്കുള്ളോണം. മക്കാലത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോ ചെയ്യുന്നത് 3 കാര്യങ്ങൾ പറയാനാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ലാസ്റ്റിലൊരു അറസ്റ്റ് നടന്നിട്ടുണ്ട്. അതെല്ലാവരും ഒന്ന് ഇളക്കിയിട്ടുണ്ട്, എന്നാലും ഞെട്ടിച്ചിട്ടുണ്ട്. പക്ഷേ പിന്നെയും ഞെട്ടലില്ലാത്ത ഒരുപാട് പേരുണ്ട്. അതിനെക്കുറിച്ചാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. അതായത് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് അദ്വൈതം സിനിമയിലെ മോഹൻലാൽ അവതരിപ്പിച്ച ആ കഥാപാത്രം ഉണ്ടല്ലോ, ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റ്. അപ്പോൾ ആ ഒരു സംഭവം വരെ എത്തിയിട്ടുണ്ട്. ഇനി സോമൻ ഉണ്ടായില്ല, സോമൻ അവതരിപ്പിച്ച ഒരു കഥാപാത്രം ഉണ്ട്, അത് കിട്ടണം. ആ സോമൻ ആരാന്നുള്ളതാണ് നമുക്കിനി അറിയേണ്ടത്. അതായത് മോഹൻലാലിനെ കൊണ്ട് ആ ചുടുചോറ് വായിക്കുന്നൊരു സോമൻ ഉണ്ട്, അതായത് അഡ്ജസ്റ്റ്മെൻറ്റിൽ. ഇത് പക്ഷേ മോഹൻലാലിനെ പോലെ ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരാളൊന്നുമല്ല. ഇദ്ദേഹത്തിൻ്റെതായിട്ടുള്ള സ്കില്ലുണ്ട്. ആ സ്കില്ലുകൊണ്ടാണ് ഇദ്ദേഹം ഇപ്പോൾ ഇതിലേക്ക് അകപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പിന്നിലൊരു സോമൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയണം. ആ ഒരു ലിങ്ക് കൂടി കിട്ടിക്കഴിഞ്ഞാൽ കൃത്യമായിരിക്കും. അപ്പോൾ എന്തായാലും എനിക്ക് പറയാനുള്ളത് ആദ്യത്തെ അതാണ്. അതായത് നമുക്ക് ആ സോമൻ ആരാന്നുള്ളത് അറിയണം. കാരണം വളരെയധികം അസലായിട്ട് നമ്മുടെ ഇപ്പോഴത്തെ ഇടതുപക്ഷ പാർട്ടി സെക്രട്ടറി എന്ന് പറയുന്നത് വളരെയധികം നന്നായിട്ട് ഡയലോഗുകൾ അടിക്കാൻ അത് കറക്റ്റായിട്ട് നിൽക്കാറുന്ന ഒരാളാണ്. കൈകൾ ശുദ്ധം, ഇതെല്ലാവരും തന്നെ കൈകൾ ശുദ്ധം. ഞങ്ങളുടെ കൈകൾ ശുദ്ധമാണ്. പക്ഷെ ഞങ്ങൾ ചെയ്യുന്നൊക്കെ കൊള്ളയാണെങ്കിൽ ഞങ്ങളുടെ കൈകൾ ശുദ്ധമാണ്. ഞങ്ങളുടെ പ്രവർത്തകർ എന്ത് ചെയ്താലും ഞങ്ങളുടെ കൈകൾ ശുദ്ധമാണ്. ആ ഒരു കാര്യത്തിൽ അവർക്കൊരു ഡൗട്ടില്ല. അങ്ങനെ ഇടിച്ചു നിൽക്കാൻ പറ്റണം. കേരളത്തിലെ മാധ്യമ ഭീഷ്മാചാര്യന്മാർ ബുദ്ധിജീവികളൊക്കെ വായിൽ പഴം വിഴുങ്ങി ഇതൊക്കെ ഈ പറയണൊക്കെ വിഴുകി ചെയ്യും. കാരണം വേറെ നിവൃത്തിയില്ല. കാരണം ഇവർക്ക് വേണ്ടിയിട്ട് വെള്ളം കോരാനും വിറക് വെട്ടാനും വിധിക്കപ്പെട്ടവരാണ് അവർ. അവർക്ക് കൊല്ലം മുഴുവൻ ഇവരായിട്ട് വിറക് വെട്ടി വെള്ളം കോരിയും പാചകം വരുന്നേ ഞങ്ങളിതാ എതിർക്കുന്നേ ഇത് കേരളമാണ് എന്നൊക്കെ പറയണമെങ്കിൽ ഇവർ വേണം. അപ്പോൾ പിന്നെ ഇവരെന്ത് പറഞ്ഞാലും വിഴുങ്ങാന്നല്ലാണ്ട് ആകെ ഇപ്പോൾ ഇവിടെ മാത്രമേ ഉള്ളത് ഈ ഒരു സംഭവം, ഇടതുപക്ഷം എന്ന് പറയുന്ന സംഭവം. അപ്പോൾ ഇവരാണല്ലോ ഭരണത്തിൽ. അപ്പോൾ ഇവർക്ക് വേണ്ടി വിറക് വെട്ടി വെള്ളം കോരുന്നവർ എന്താ ഇവർക്കെതിരായിട്ട് പറയുക? ഇതൊരു ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഈ സ്വർണ്ണക്കൊള്ളയായിട്ടുള്ള വിമർശനങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇവരെ ന്യായീകരിക്കാൻ വരുന്നത് ഹിന്ദു നാമധാരികളായിട്ടാണ്. നിങ്ങൾ വിശ്വാസികളാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിശ്വാസ കേന്ദ്രത്തിലെ സ്വർണവും പണവും ആർക്കും അട്ടിപ്പേറവകാശം തന്നിട്ടുള്ളതോ ആരുടെ വീട്ടിൽ നിന്ന് എടുത്തു കൊണ്ടുവന്നിട്ടുള്ളതല്ല. അപ്പോൾ നിങ്ങൾക്ക് വിശ്വാസിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ എതിർപ്പ് രേഖപ്പെടുത്തണം. അതിനെ മെഴുകി ന്യായീകരിച്ചിട്ട് നിങ്ങളുടെ രാഷ്ട്രീയം എന്തോ ആയിക്കോട്ടെ. രാഷ്ട്രീയ അടിമയാണെന്നുണ്ടെങ്കിൽ പിന്നെ വിശ്വാസം മാറ്റി വയ്ക്കുക. ഹിന്ദു നാമധാരിയായിട്ട് നിൽക്കരുത്, ഗസ്റ്റഡായി കൊടുക്കുക, ഞാൻ അവിശ്വാസിയാണ്. അപ്പോൾ നിങ്ങൾക്കൊരു ബന്ധമില്ല അതിൽ. അല്ലാണ്ട് അട്ടിപ്പേറവകാശം എടുക്കും വേണം. എന്നാൽ വിശ്വാസികളോടൊപ്പം നിൽക്കാനും പറ്റില്ല. കൊള്ള കൊടുക്കാൻ വിശ്വാസ കേന്ദ്രങ്ങൾ വിട്ടുകൊടുക്കണമെന്ന് പറയുന്ന അടിമ ജീവിതം ജീവിക്കാൻ നിങ്ങൾ പാർട്ടിയായിട്ട് ബന്ധപ്പെട്ടുള്ള ജീവിതങ്ങളായിരിക്കാം. നിങ്ങൾക്ക് പാർട്ടിയാണ് എല്ലാം തരുന്നതായിരിക്കാം. മറ്റേ പ്രതിപക്ഷത്തിന് എന്തായാലും അതിനുള്ള ആംബിയർ ഇല്ല എന്നുള്ളൊരു വിഷയമാണ്. പ്രതിപക്ഷം എന്നല്ലല്ലോ, അത് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്ക് അടുത്ത 5 കൊല്ലം കൊണ്ട് ഒന്നും കിട്ടി. ഇവർക്ക് ഇതിൻ്റെ വോട്ട് കിട്ടുമെന്നുള്ളതാണ് നോക്കുന്നത്. ഈ ശബരിമലയുടെ എന്നും ദേഷ്യം ഉണ്ടാകുമ്പോൾ വോട്ട് പോകേണ്ടത് അങ്ങോട്ടാണല്ലോ. അതുകൊണ്ടാണ് കോൺഗ്രസ്സുകാരും മിണ്ടാണ്ടിരിക്കുന്നത്. ഞാൻ പച്ചക്ക് പറയാട്ടോ, ഉള്ള രാഷ്ട്രീയം പറഞ്ഞു ഞാൻ. കാരണം അവർക്കറിയാം ഹിന്ദുക്കൾ എങ്ങനെ പോയാലും ഈ നിഷ്പക്ഷ ഹിന്ദുക്കൾ എന്ന് പറയുന്നവർ അവർക്ക് തന്നെ കുത്തുള്ളൂ. അപ്പോൾ ആ ഒരു വോട്ട് ബാങ്ക് അങ്ങോട്ട് മാറിച്ചിട്ടാണ് അവർ മിണ്ടാണ്ടിരിക്കുന്നത്. അവർക്ക് വെറുതെ കിട്ടുന്ന വോട്ടാണ്. എന്തിനാ വെറുതെ കളയുന്നത്? ഒരു പണി എടുക്കണ്ട. മൂന്നാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ വിശ്വാസികളുടെ ഒപ്പമല്ല, നിങ്ങൾക്ക് വിശ്വാസ കേന്ദ്രങ്ങൾക്ക് കൊള്ളടിക്കുന്നവരുടെ ഒപ്പമാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് ഹിന്ദു ധർമ്മ വിശ്വാസത്തിൽ വിശ്വസിക്കുന്നവർക്ക് ആ ഒരു രാഷ്ട്രീയം അതീതമായിട്ട് അതിനുവേണ്ടി പ്രവർത്തിക്കാൻ കഴിയണം. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു സംഭവം എന്ന് പറയുന്നത് വളരെ